ഒരൊറ്റ മനുഷ്യൻ ഒരു വില്ലുവണ്ടിയുമായി റോഡിലിറങ്ങി നിലവിലുണ്ടായിരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയെ തന്നെ വിറപ്പിച്ചോ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ അങ്ങനെയൊന്ന് സംഭവിച്ചിട്ടുണ്ട്. അതാണ് നമ്മളിന്ന് പറയാൻ പോകുന്ന കഥ. കേരള ചരിത്രത്തിലെ ആ തളരാത്ത പോരാളിയുടെ കഥ, മഹാത്മാ അയ്യൻകാളിയുടെ കഥ. ഈ വാക്കുകള് ഒന്ന് ശ്രദ്ധിച്ചു കേട്ടുനോക്കൂ. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാടങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ഇത് വെറുമൊരു ഭീഷണിയായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, ഇതൊരു പ്രഖ്യാപനമാണ്. തന്റെ ജനതയ്ക്ക് അവരുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള അവകാശത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായ ഒരു നേതാവിന്റെ ഉറച്ച ശബ്ദമാണിത്. ശരിക്കും പറഞ്ഞാൽ അയ്യൻകാളിയുടെ പോരാട്ടങ്ങളുടെ എല്ലാം ആത്മാവ് ഈ ഒറ്റ വാചകത്തിലുണ്ട്, അല്ലേ? അപ്പോ അയ്യൻകാളിയുടെ ഈ പോരാട്ടങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം അദ്ദേഹം ജീവിച്ച ആ കാലഘട്ടത്തിലേക്കൊന്ന് പോണം. ഒന്ന് കണ്ണടിച്ച് സങ്കല്പിക്കുക. നമ്മൾ 19-ാം നൂറ്റാണ്ടിലെ തിരുവിതാംകൂറിലാണ്. അവിടെ മനുഷ്യനും മനുഷ്യനായിട്ടല്ല കാണുന്നത്. എവിടെ തിരിഞ്ഞാലും ജാതിയുടെ വേലിക്കെട്ടുകളാണ്. ശ്വാസം മുട്ടിക്കുന്നൊരു ലോകം. അപ്പൊ ആ ലോകത്ത് പ്രത്യേകിച്ചും പുലയ സമുദായത്തിൽപ്പെട്ട ഒരാളുടെ ജീവിതം എങ്ങനെയുണ്ടായിരുന്നറിയാമോ? ഒന്നാലോചിച്ചു നോക്കൂ. നിങ്ങൾക്ക് വീടിന് പുറത്തിറങ്ങി ഒരു പൊതുവഴിയിലൂടെ നടക്കാൻ പറ്റില്ല. നിങ്ങളുടെ മക്കൾക്ക് സ്കൂളിൽ പോയി പഠിക്കാൻ അവകാശമില്ല. സ്ത്രീകൾക്കൊരു മേൽവസ്ത്രം ധരിച്ച് തങ്ങളുടെ ശരീരം മറയ്ക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല. പോരാത്തതിന് അടിമത്തത്തിന്റെ ഒരു ചിഹ്നം പോലെ കല്ലുകൾ കോർത്തൊരു മാല കഴുത്തിലണിയാനും നിർബന്ധിതരായിരുന്നു. ഇതായിരുന്നു യാഥാർത്ഥ്യം. ഈയൊരു ലോകത്തേക്കാണ് അയ്യൻകാളി പിറന്നു വീഴുന്നത്. അതെ, ഈയൊരു സാഹചര്യത്തിലേക്കാണ് 1863 വെങ്ങാനൂരില് അയ്യൻകാളി ജനിക്കുന്നത്. അദ്ദേഹത്തിന് ഔപചാരികമായി വിദ്യാഭ്യാസം നേടാനൊന്നും പറ്റില്ല, കാരണം അത് നിഷേധിക്കപ്പെട്ടിരുന്നു. പക്ഷേ തനിക്ക് ചുറ്റും കാണുന്ന ഈ അനീതികളെല്ലാം കണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് സമാധാനിച്ച് ഒതുങ്ങിക്കൂടാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അല്ല, ഈ വ്യവസ്ഥയെ ചോദ്യം ചെയ്യണം, ഇതിനെ പൊളിച്ചെഴുതണം എന്നദ്ദേഹം അന്നേ ഉറപ്പിച്ചു. അപ്പൊ ചോദ്യം ഇതാണ്: ഇത്രയും ശക്തമായി വേരൂന്നിയൊരു സിസ്റ്റത്തെ ഒരൊറ്റയാൾക്ക് എങ്ങനെയാണ് വെല്ലുവിളിക്കാൻ പറ്റുക? എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? എന്നാൽ അയ്യൻകാളി അതിനൊരു വഴി കണ്ടുപിടിച്ചു. ആരും പ്രതീക്ഷിക്കാത്ത, വളരെ ലളിതമെന്ന് തോന്നാവുന്ന, എന്നാൽ അതിശക്തമായ ഒരൊറ്റ പ്രവൃത്തിയിലൂടെ അദ്ദേഹം ചരിത്രത്തെ മാറ്റിമറിക്കാൻ പോവുകയായിരുന്നു. കാരണം ആ കാലത്ത് നിയമം എല്ലാവർക്കും ഒന്നായിരുന്നില്ല. ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് എവിടെയും പോകാം, വില്ലുവണ്ടികളിൽ യാത്ര ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ദളിതരെ സംബന്ധിച്ചിടത്തോളം പൊതുവഴിയിലൂടെ നടക്കുന്നത് പോലും വിലക്കപ്പെട്ട കാര്യമായിരുന്നു. വില്ലുവണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതായത് സഞ്ചാര സ്വാതന്ത്ര്യമെന്ന് പറയുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു മനുഷ്യാവകാശം പോലും അവർക്കില്ലായിരുന്നു. അപ്പോ ഈ നിയമത്തെ തന്നെയാണ് അയ്യൻകാളി നേർക്കുനേരെ നിന്ന് വെല്ലുവിളിച്ചത്. 1893 അദ്ദേഹം ഒരു വില്ലുവണ്ടി വാങ്ങി. എന്നിട്ട് മുണ്ടും മേൽമുണ്ടുമൊക്കെ ധരിച്ച് ആ വില്ലുവണ്ടിയിൽ കയറി അങ്ങ് യാത്ര തുടങ്ങി. ഏതെങ്കിലും ഒഴിഞ്ഞ മൂലയിലൂടെയല്ല, തിരുവിതാംകൂറിന്റെ പ്രധാന വഴിയിലൂടെ, രാജപാതയിലൂടെ തന്നെ. അത് വെറുമൊരു യാത്രയായിരുന്നില്ല സുഹൃത്തുക്കളെ, അത് നൂറ്റാണ്ടുകളായി നിലനിന്ന ഒരു അനീതിയുടെ നെഞ്ചത്തേക്ക് ഓടിച്ചു കയറ്റിയ ഒരു വില്ലുവണ്ടിയായിരുന്നു. ഒരു ഇടിമുഴക്കം തന്നെയായിരുന്നു അത്. ഒരൊറ്റ വില്ലുവണ്ടി യാത്ര ഒരു തീപ്പൊരി പോലെയാണ് പടർന്നത്. അത് കണ്ടതോടെ തിരുവിതാംകൂറിന്റെ പലയിടങ്ങളിലും അടിച്ചമർത്തപ്പെട്ട ആളുകൾക്ക് ഒരു ധൈര്യം വന്നു. അവരും തങ്ങളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താൻ തുടങ്ങി. ചാലിയാർ ലഹള പോലെയുള്ള വലിയ സംഘർഷങ്ങൾക്കൊക്കെ അത് കാരണമായി. പക്ഷെ ഏറ്റവും പ്രധാനമായി അയ്യൻകാളി തെളിയിച്ചത് ഒരൊറ്റ കാര്യമാണ്: എത്ര വലിയ അനീതിയാണെങ്കിലും അതിനെ ചോദ്യം ചെയ്യാൻ സാധിക്കും, അതിനെതിരെ പൊരുതാൻ സാധിക്കും. പക്ഷേ ആ വില്ലുവണ്ടി യാത്ര ഒരു തുടക്കം മാത്രമായിരുന്നു. അതൊരു വ്യക്തിപരമായ ഒരു പ്രതിഷേധമായി ഒതുങ്ങിപ്പോകരുതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. സാമൂഹിക മാറ്റത്തിനായി ഒരു സംഘടന, ഒരു പ്രസ്ഥാനം തന്നെ കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങളുടെ ഒരു വഴിയൊന്നു നോക്കൂ. അതിനൊരു കൃത്യമായ വളർച്ച കാണാം. 1893 വില്ലുവണ്ടി സമരത്തിലൂടെ പൊതുവഴികൾക്കു വേണ്ടി തുടങ്ങി. പിന്നെ 1907 ഒരു സംഘടന രൂപീകരിച്ചു, ആളുകളെ ഒരുമിപ്പിക്കാൻ. അത് കഴിഞ്ഞ് 1915 പോരാട്ടം കുറച്ചുകൂടി വലുതായി. വിദ്യാഭ്യാസത്തിനു വേണ്ടിയുള്ള സമരമായി, സ്ത്രീകളുടെ ആത്മാഭിമാനത്തിനു വേണ്ടിയുള്ള സമരമായി അത് മാറി. ഈ പറഞ്ഞ പോരാട്ടങ്ങൾക്കൊക്കെ ഒരു സംഘടിത രൂപം കൊടുത്തത്, അതിന് ശക്തി പകർന്നത് സാധുജന പരിപാലന സംഘം അഥവാ SJPS ആയിരുന്നു. 1907 അയ്യൻകാളി തുടങ്ങിയ ഈ സംഘടന ശരിക്കും ഒരു ഗെയിം ചേഞ്ചറായിരുന്നു. അതുവരെ ഒറ്റപ്പെട്ടു നിന്നിരുന്ന ഒരു ജനതയെ ഒരുമിച്ച് നിർത്തി അവരുടെ ശബ്ദം ഒരുമിച്ച് കേൾപ്പിക്കാൻ അവർക്കൊരു വേദി ഒരുക്കിക്കൊടുത്തു ഈ സംഘടന. വിദ്യാഭ്യാസത്തിനു വേണ്ടിയുള്ള ആ പോരാട്ടം എത്രത്തോളം കഠിനമായിരുന്നുവെന്നറിയാൻ ഓരുട്ടമ്പലം സംഭവം മാത്രം നോക്കിയാൽ മതി.
പഞ്ചമി എന്നൊരു ദലിത് പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ അയ്യൻകാളി മുൻകൈയെടുത്തു. അപ്പോ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഇതിൽ പ്രകോപിതരായ മേൽജാതിക്കാർ ആ സ്കൂളിനു തീയിട്ടു. അതെ, ഒരു കുട്ടി പഠിക്കാൻ വന്നതിന്റെ പേരിൽ ആ സ്കൂള് തന്നെ അവർ കത്തിച്ചുകളഞ്ഞു. അത്രയ്ക്കെതിർപ്പായിരുന്നു. അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സ്ത്രീകളുടെ ആത്മാഭിമാനത്തിനു വേണ്ടിയുള്ള സമരം. അതിൽ ഏറ്റവും നിർണായകമായിരുന്നു കല്ലുമാല സമരം. ഈ കല്ലുമാല എന്ന് പറയുന്നത് വെറുമൊരു ആഭരണമല്ല. അത് കല്ലുകൾ കോർത്തൊരു മാല മാത്രമല്ല, മറിച്ച് നിങ്ങൾ താഴ്ന്ന ജാതിക്കാരിയാണ്, നിങ്ങളൊരടിമയാണ് എന്ന് ദിവസവും ഓർമ്മിപ്പിക്കുന്ന അപമാനത്തിന്റെ ഒരു വലിയ ഭാരമായിരുന്നു ഓരോ സ്ത്രീയും തങ്ങളുടെ കഴുത്തിൽ ചുമന്നിരുന്നത്. അപ്പോ ആ അടിമത്തത്തിന്റെ ചിഹ്നം വലിച്ചെറിയാനാണ് അയ്യൻകാളി ആഹ്വാനം ചെയ്തത്. 1915 അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് സ്ത്രീകൾ ഒത്തുകൂടി. എന്നിട്ട് തങ്ങളുടെ കഴുത്തിൽ കിടന്ന ആ കല്ലുമാലകൾ ഓരോന്നായി പൊട്ടിച്ചെറിഞ്ഞു. അതൊരു സാധാരണ സംഭവമായിരുന്നില്ല, അതൊരു ചരിത്ര നിമിഷമായിരുന്നു. തങ്ങളെ ബന്ധിച്ചിരുന്ന അടിമത്തത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയായിരുന്നു. തങ്ങളുടെ അന്തസ്സ് തിരിച്ചുപിടിക്കുകയായിരുന്നു. ഇത്രയൊക്കെ പോരാടി പതിറ്റാണ്ടുകളോളം സമരം ചെയ്തു. അപ്പോൾ ഇതിനൊക്കെ ഒരു ഫലം വേണ്ടേ? അയ്യൻകാളിയുടെ ഈ പോരാട്ടങ്ങൾ സമൂഹത്തിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവന്നത്? അദ്ദേഹത്തിന് എന്ത് അംഗീകാരമാണ് ലഭിച്ചത്? നമുക്ക് നോക്കാം. തീർച്ചയായും ഫലമുണ്ടായി. ഈ സമരങ്ങളെയും പോരാട്ടങ്ങളെയും കണ്ടില്ലെന്ന് നടിക്കാൻ അന്നത്തെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 1910 അയ്യൻകാളിയെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത്. ഒന്നോർക്കണം, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അടിച്ചമർത്തപ്പെട്ട ഒരു സമുദായത്തിൽ നിന്നുള്ള ഒരാളുടെ ശബ്ദം നിയമം നിർമ്മിക്കുന്ന സഭയിൽ കേൾക്കാൻ പോകുന്നത്. അതൊരു ചെറിയ കാര്യമല്ല, അതൊരു വിപ്ലവം തന്നെയായിരുന്നു. അയ്യൻകാളിയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ഒന്നായിരുന്നില്ല. അതിന്റെ അലയൊലികൾ അങ്ങ് ദില്ലി വരെ എത്തി. 1937 സാക്ഷാൽ മഹാത്മാഗാന്ധി വെങ്ങാനൂരിൽ വന്ന് അദ്ദേഹത്തെ കണ്ടു. എന്നിട്ട് എന്താ വിളിച്ചതെന്നറിയാമോ? പുലയരാജ, പുലയരുടെ രാജാവെന്ന്. വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നാണ്. അപ്പോ ഓർത്തുനോക്കൂ, ദേശീയ തലത്തിൽ തന്നെ അദ്ദേഹത്തിന് എത്ര വലിയ അംഗീകാരമാണ് ലഭിച്ചത്. ഇന്നും അയ്യൻകാളിയുടെ ഓർമ്മകൾ നമുക്കിടയിൽ വളരെ സജീവമായി തന്നെയുണ്ട്. നിങ്ങൾ തിരുവനന്തപുരത്ത് പോയാൽ അവിടത്തെ BJT ഹാളിന് ഇന്ന് അയ്യൻകാളി ഹാളെന്നാണ് പേര്. സർക്കാർ നടപ്പാക്കുന്ന നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് അദ്ദേഹത്തിന്റേതാണ്. നഗരത്തിന്റെ ഹൃദയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതിമയുണ്ട്. എന്തിന്, നമ്മുടെ തപാൽ സ്റ്റാമ്പിൽ വരെ അദ്ദേഹത്തിന്റെ മുഖം അച്ചടിച്ചിട്ടുണ്ട്. അപ്പോ വെറും വാക്കുകളിലല്ല, കെട്ടിടങ്ങളായും പദ്ധതികളായും സ്മാരകങ്ങളായും അദ്ദേഹത്തിന്റെ പൈതൃകം ഇന്നും നമ്മോടൊപ്പമുണ്ട്. അതുകൊണ്ട് അയ്യൻകാളിയെ നമ്മൾ ഓർക്കേണ്ടത് ഒരു ചരിത്രപുരുഷനായിട്ട് മാത്രമല്ല, ഒരു വലിയ ഓർമ്മപ്പെടുത്തലായിട്ടാണ്. കേൾക്കപ്പെടാത്തവരുടെ ശബ്ദമാകാൻ, കാണപ്പെടാത്തവരെ മുന്നോട്ട് കൊണ്ടുവരാനാണ് അദ്ദേഹം പോരാടിയത്. അപ്പോൾ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്നും നമ്മൾ കേൾക്കാതെ പോകുന്ന ശബ്ദങ്ങൾ ആരുടേതാണ്? ഇനിയും രേഖപ്പെടുത്താത്ത ചരിത്രങ്ങൾ ആരുടേതാണ്? ഇതൊന്നാലോചിച്ചു നോക്കൂ.